എന്താ മഴയല്ലേ പെയ്തത്. ഇങ്ങനെ എപ്പോ ഉണ്ടെങ്കിൽ പണിക്കോണ്ട്. നമുക്കെന്നാ ഇന്ന് മീൻ പിടിക്കാൻ പോയാലോ? മീൻ കയറിയിട്ടെന്ന് മറ്റേ ചെക്കൻ എന്നോട് പറഞ്ഞു. കിട്ടിയാൽ പൊരിച്ചടിക്കണം. പൊരിക്കലും കരിക്കലും നീടുന്നു വേണ്ട, അത് നമുക്ക് ആട് തന്നെയാക്കാം. തോട്ടിൻ കര, മഴ, മീൻ പൊരിച്ച നല്ല സൂപ്പർ. വാ. ചെറുതെടുക്കല്ല, ഇതാ വലുതെടുക്ക്, വലിയ പണി എടുക്ക്. ഇതാ ഇത് ചെറിയ മീനെ കിട്ടിയിട്ട് എന്താക്കാനാ? അതെ അതെ, ചെറിയ മീനാകുമ്പോൾ അതിന്റെ മുള്ളു തൊണ്ടയെ കുടുങ്ങുകയും ചെയ്യും. അതെ. ഇത് വെറും ഇര കൊണ്ടൊക്കെ മാത്രാണല്ലോ, ഒന്നും കിട്ടുന്നില്ലല്ലോ. ഇതും പോയല്ലോ. ചെറിയ മീനിന്റെ ശല്യം അവും കൊണ്ടുപോയി. എനിക്ക് ഒക്കെ മാറ്റി വെക്കാം, ചെറിയ മീനെ പിടിക്കാം. ഇതിൽ ഉറപ്പായിട്ട് മീൻ കിട്ടും. അവരെ കളി എന്നോട്. നല്ലൊരു കിളിമീൻ ഫ്രൈ തയ്യാറാക്കാം. അപ്പോൾ മീനെല്ലാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിനു ശേഷം രണ്ട് വശവും നല്ലതുപോലെ ഒന്ന് വരഞ്ഞ് മാറ്റി വെക്കാം. മസാല തയ്യാറാക്കുന്നതിനായി മഞ്ഞൾപ്പൊടി, എരിവുള്ള മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, കാശ്മീരി മുളക് പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ചെറുനാരങ്ങ നീര്, വെളിച്ചെണ്ണ ഇത്രയും ചേർത്ത് കൈകൊണ്ട് നല്ലതുപോലെ ഒന്ന് തിരുമ്മി യോജിപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല തയ്യാറായി വന്നിട്ടുണ്ട്. ഇനി ഒരു പാൻ ചൂടാക്കി ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു വല്ലാതെ കൊതുകിന്റെ ശല്യാണല്ലോ. ഇതൊരു നടക്ക് പോവില്ല. നമ്മുടെ പാകത്തിന് മൊരിച്ചിലാകുന്ന സമയത്ത് ഇത് നമുക്ക് കോരിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, രുചികരമായ കിളിമീൻ ഫ്രൈ റെഡി. വലിയ മീനെ കിട്ടിട്ടെന്ന കാര്യോ, നമുക്ക് ചെറിയ മീനെ തന്നെ പിടിക്കാം. അല്ലെങ്കിലും ചെറിയ മീനിന്റെ ടേസ്റ്റ് കൂടുതൽ. ഇന്നത്തെ ദിവസേ ശരിയില്ല. അല്ലെങ്കിലും മുഹമ്മദിന്റെ പിടിയുടെ ചൂണ്ടക്ക് ഒരു ബൗസുമില്ല ചൂണ്ടിയാ. ഇന്നാരെയാ നമുക്ക് അണിയേണ്ടത്?